ഒരുപാട് ആഹാരം കഴിച്ചാൽ ഉറക്കം വരും. കിറ്റി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ വിജയം വരും. അടികൈ. കിറ്റി, നീ എന്താ ഈ കാണിക്കുന്നത്? കുതിരയെ ഓടിക്കാനുള്ള പ്രാക്ടീസ് ചെയ്യുകയാണ്. എന്തിനാ? എന്റെ അടുത്ത പടത്തിൽ ഞാൻ ഹോഴ്സ് റൈഡിംഗ് ചെയ്യാൻ പോവുകയാണ്. ഈ മരക്കുതിരയുടെ മേലെ ഇരുന്ന് റൈഡിംഗ് ചെയ്താൽ ഹോഴ്സ് റൈഡിംഗ് പഠിക്കുകയില്ല. കാരണം ഇത് മുന്നോട്ട് പോകുന്നില്ലല്ലോ. സംശയമുണ്ടോ? ഞാൻ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാം. മാവിന്റെ ചോട്ടിൽ നിന്നും കിട്ടി മാമ്പഴം. നിൽക്കൂ ഹണി, കിറ്റി താഴെ വീഴും. അടികൈ. വെള്ളം വന്നപ്പോൾ പശുവിനെ റോഡിൽ കെട്ടി. മുകളിൽ ഇരിക്കുന്ന ആളുടെ അനുഗ്രഹം കാരണം എനിക്ക് ജീവൻ കിട്ടി. അടികൈ. രഞ്ജിത്തിനെ കാണുന്നില്ലല്ലോ. എവിടെ പോയതായിരിക്കും? രഞ്ജിത്ത് ഉടൻ തന്നെ എത്തും. നമ്മൾ കുതിര സവാരി ചെയ്യാൻ പോവുകയാണ്. ചേതക്കിന്റെ പുറത്ത്. ദാ നോക്ക്, ചേതക്ക് നിൽക്കുന്നത് കണ്ടോ? ഇവൻ ആദ്യമായിട്ടൊരു നല്ല കാര്യം പറഞ്ഞിരിക്കുക. വേഗമാകട്ടെ. വേണ്ട, എനിക്ക് വല്ലാതെ പേടിയാവുകയാണ്. ഈ ചേതക്കിന്റെ പുറത്ത് എലി പോലും റൈഡ് ചെയ്യാൻ പേടിക്കുകയില്ല. പിന്നെ നീ പേടിക്കുന്നത്? സംശയമുണ്ടോ? പൊയ്ക്കോ പൊയ്ക്കോ, ഒന്നും സംഭവിക്കില്ല. ബെസ്റ്റ് ഓഫ് ലക്ക്. കിറ്റി എത്ര മനോഹരമായിട്ടാണ് കുതിര ഓടിക്കുന്നത്. കിറ്റിയല്ല കുതിരയെ ഓടിക്കുന്നത്. കുതിരയാണ് ഇപ്പൊ കിറ്റിയെ ഓടിക്കുന്നത്. സംശയമുണ്ടോ? ആരാ കുതിരയെ ഓടിക്കുന്നത്? ഞങ്ങളുടെ ഫ്രണ്ട് കിറ്റിയാണ്. രഞ്ജിത്തെ, നീ ചേത്തക്കനെ പോലെ ഒരു കുതിര വാങ്ങിച്ചോണ്ട് വന്നിരിക്കുകയാണല്ലോ. ഇതിന്റെ പേരെന്താ? ചേതക്. രണ്ട് കുതിരയുടെയും പേരും ചേതക് എന്നാണോ? സംശയമുണ്ടോ? അല്ല, ചേതക് ഇതാണ്. നിങ്ങളുടെ ഫ്രണ്ട് ഇരിക്കുന്ന കുതിര പുതിയ കുതിരയാണ്. അത് വല്ലാത്ത അപകടകാരിയാണ്. അതിന്റെ ട്രെയിനിങ് ഇതുവരെ തീർന്നിട്ടില്ല. ട്രെയിനിങ് കൊടുത്ത 3 പേര് ആശുപത്രി കിടക്കുകയാണ്. ഇവൻ വളരെ അപകടകാരിയാണ്. കാരണം ഇവൻ എങ്ങനെ വേണമെങ്കിലും വേഷം മാറാൻ കഴിയും. കിറ്റി, പേടിക്കണ്ട, ഞാനിതാ എത്തിക്കഴിഞ്ഞു. ഇതൊരു ജീപ്പാണ്, കുതിരയല്ല. പേടിക്കണ്ട, നിങ്ങൾ ലോകത്തെ ബെസ്റ്റ് ഡ്രൈവറോടൊപ്പമാണ് യാത്ര ചെയ്യുന്നത്. വേഗം വേഗം പോ. കുതിരയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ മുതലാളി എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും. തനിക്ക് തന്റെ കുതിരയാണല്ലേ വലുത്. ഞങ്ങളുടെ കിറ്റിയുടെ ജീവനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക്.
റോട്ടിൽ കിടന്നാണോടോ നിന്റെയൊക്കെ അഭ്യാസം? ഞങ്ങൾക്കാർക്ക് റോഡ് വഴി സഞ്ചരിക്കണ്ടേ? റെഡിയാക്കി കളയും. ഓ രക്ഷപ്പെട്ടു. താങ്ക് യു. ഗേറ്റ് വീണു. നമ്മൾ ഉടനെ തന്നെ വണ്ടി നിർത്തണം. എന്ത് കുതിരയാണിത്? ഇതിന് വേഗത്തിൽ ഓടാൻ കഴിയുന്നില്ല. ആ, ആ, ആ. രണ്ട് ടയർ പോയോ? പേടിക്കണ്ട, അതില്ലാതെ ഓടിക്കാൻ എനിക്കറിയാം. ഒന്നും സംഭവിക്കില്ല. സൂക്ഷിച്ചു തന്നെയാ പോകുന്നത്. നോക്ക്, മരം വീണ് കിടക്കുന്നു. രക്ഷപ്പെട്ടു. ഇനി വീലിംഗ് ചെയ്യേണ്ട ഒരു ആവശ്യവും ഉണ്ടാവില്ല. ഹണി, കൊക്ക. കിറ്റി, നിനക്കൊന്നും പറ്റിയില്ലല്ലോ. താങ്ക്സ് ബണ്ണി. നീ എന്തായാലും കിറ്റിയുടെ ജീവൻ രക്ഷിച്ചിരിക്കുന്നു. സംശയമുണ്ടോ? സമയം ഇപ്പോൾ ഒരുപാടായി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് വീട്ടിലേക്ക് പോകാം. നീ എന്ത് ചെയ്യുകയാ? മണം പിടിക്കാനുള്ള പ്രാക്ടീസ് ആണ്. എന്തിന്? ഞാൻ സ്ലിപ്പർ ഡോഗ് ആകാൻ പോവുകയാണ്.
ഇവൻ എന്തിനാ സ്നിഫർ ഡോഗ് ആകുന്നത്? കാരണം ഇവന് വട്ടുപിടിച്ചിരിക്കുകയാണ്. സംശയമുണ്ടോ? എനിക്ക് അങ്ങനെ ഒരു പ്രശ്നവുമില്ല. എനിക്ക് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറണം. നീ എന്താ ഈ പറയുന്നത്? ആ ഇതാ നോക്ക്, ഇതുപോലെ ന്യൂസ് പേപ്പറിൽ എന്റെ ഫോട്ടോയും വരണം. അങ്ങനെ ഞാൻ ലോകം മുഴുവൻ അറിയപ്പെടും. അതാ എന്റെ ആഗ്രഹം. നിന്നെ കൊണ്ട് അതിനൊന്നും കഴിയില്ല. അതിനൊക്കെ ഒരുപാട് ട്രെയിനിങ് വേണം. ട്രെയിനിങ്ങിന്റെ ആവശ്യമേ ഇല്ല. എന്റെ പേര് ലോകം മുഴുവൻ അറിയപ്പെടണം. അതിന് ഞാൻ ഏതെങ്കിലും ഒരു വലിയ കള്ളനെ പിടികൂടണം. മജ്നു ഓടിക്കോ ഓടിക്കോ. ഈഷ് ഒന്ന് വേഗം പോ. അതെ അതെ, ഓടിക്കോ ഓടിക്കോ, വേഗം ഓടിക്കോ, അവര് പുറകെ തന്നെ ഉണ്ട്, ഓടിക്കോ. എന്തിനു വണ്ടി നിർത്തിയ? മുന്നോട്ട് നോക്കണം സാർ. എന്താ നോക്കി നിൽക്കുന്നത്? ഓടിക്കോ. ഔ, രക്ഷപ്പെട്ടു. ജയിലിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു ലാല ബായ്. എടാ ലൈല അല്ലടാ, ലാല ലാല. എന്തായി പറയുന്നത്? ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ. ഇനി നമുക്ക് നന്നായിട്ട് ആഘോഷിക്കാം. എന്തിനാ വിഷമിക്കുന്നത്? പേര് മാറി എന്ന് വെച്ച് എന്താ പ്രശ്നം? പ്രശ്നമുണ്ട്, എനിക്ക് വലിയ പ്രശ്നമുണ്ട്. രണ്ടിനും നല്ല വ്യത്യാസമുണ്ട്. ഇതാണ് ലൈല, മനസ്സിലായോ? ഇതാണ് ലാല, ലാലാബായ്, മനസ്സിലായോ? എല്ലാം നന്നായിട്ട് മനസ്സിലായി. വെറുതെ ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കണ്ട. പോലീസ് നമ്മുടെ പുറകെ ഉണ്ട്. നമുക്ക് ഇവിടുന്ന് എത്രയും വേഗം പോവാം. ജീവിതകാലം മുഴുവൻ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു വിചാരിച്ചോ? ഇവന്റെ ഒരു കാര്യം, നീ പറഞ്ഞത് ശരിയാ. വാടാ ഓടാ. ലാലാബായ്. ലൈല എന്നല്ലടാ എന്റെ പേര്. ഞാൻ ലാലാബായി എന്നല്ലേ പറഞ്ഞത്? നീ കാരണം എനിക്ക് വട്ടുപിടിച്ചു. സ്വന്തം പേര് പോലും ഞാനിപ്പോ മറന്നു പോയിരിക്കുക. എന്റെ പേര് ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു പാട്ട് തന്നെയുണ്ട്, അറിയോ? എനിക്കറിയാം. ലൈല ഓ ലൈല. ഇതല്ലടാ, വേറെ മ്യൂസിക്കാ, വേറെ. അത് തന്നെ. ലാല 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 ലാല, മനസ്സിലായോ? ലാല ലാല. ഈ പാട്ട് ഓർത്താ മതി, നിനക്ക് എന്റെ പേര് ഓർമ്മയിൽ വരും. ലാല, മനസ്സിലായോ? ലൗഡ് സ്പീക്കർ എടുത്ത് വെച്ച് പ്രസംഗിക്കേ. പോലീസ് നമ്മളെ അന്വേഷിച്ച് പുറകെ ഉണ്ട്. കുറച്ചു നേരമെങ്കിലും നിങ്ങൾക്ക് ആ വായി വെച്ചോണ്ടൊന്നും മിണ്ടാതിരുന്നൂടെ? ജയിൽ ചാടിയ നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി ഒളിക്കാമായിരുന്നല്ലോ. എന്തിനാ നമ്മൾ ഈ മാളിലേക്ക് വന്നത്? തുണി വാങ്ങാൻ വേണ്ടി വന്നതാ. ഈ ഡ്രസ്സിൽ നമ്മൾ പുറത്തേക്ക് പോയാ നമ്മളെ അവര് പൊക്കും. വേഗം വാ. ബണ്ണി, എനിക്ക് എത്രയും പെട്ടെന്ന് വലിയൊരു കള്ളനെ കണ്ടുപിടിക്കണം. അതുകൊണ്ട് നീയെ ഇന്നത്തേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ. കള്ളനെയൊക്കെ പിന്നെ പിടിക്കാം. ആദ്യം ഈ സഞ്ചി പിടിക്ക്. പോയി സാധനങ്ങൾ വാങ്ങിച്ചോണ്ടോ. സംശയമുണ്ടോ? എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? ഞാൻ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ നീ പറ, നിന്റെ നീല ഏതാണ്, എന്റെ നീല ഏതാണ്? പറയാൻ. ഇതെന്റെ നീല ഷർട്ടാണ്. അങ്ങയുടെ നീല ഷർട്ടിന്റെ നിറം കുറച്ചുകൂടെ മങ്ങിയതാണ്. നീ പറഞ്ഞത് ശരി തന്നെയാണടാ, ശരി തന്നെയാ. നിന്റെ കൂടെ ജീവിക്കുന്നതിനേക്കാളും നല്ലത് മരിക്കുന്നതാ. ഭായി, നിങ്ങൾക്ക് BP കൂടുതലാണ്. എന്തിനാ ഇങ്ങനെ നിലവിളിക്കുന്നേ? ഇതിനൊക്കെ കാരണം നീ തന്നെയാണ്. നീ തരുന്ന ടെൻഷനാ എനിക്ക് ഇത്രയധികം BP കൂടുന്നത്. നീ വന്നതോടെ എന്റെ ജീവിതം ഇത്രയും തകിടം മറിഞ്ഞത്, മനസ്സിലായോ? നിങ്ങൾ എന്തിനാ ഇങ്ങനെ വെറുതെ കിടന്ന് ദേഷ്യപ്പെടുന്നു എന്റെ ലൈല ഭായി? എടാ ലൈലല്ലടാ, ലാല ലാലാന്ന് എത്ര പ്രാവശ്യം പറയണം? ലാല. സോർദാർ, ഒളിച്ചു ഒളിച്ചു. എടാ, അതിന്റെ അടുത്ത് ഒളിച്ചു കളിക്കാനല്ല, നമുക്ക് ഒളിച്ചിരിക്കാന്ന്. വേഗം വാ. നിങ്ങൾ ഇവിടെ തന്നെ എവിടെ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ അടുത്ത് രക്ഷപ്പെടാൻ കഴിയില്ല. നിങ്ങളെന്താ രണ്ടുപേരും ഒരു സാരി കൊടുത്തിരിക്കുന്നത്? ഞങ്ങൾ രണ്ടുപേരും ഇരട്ട കുട്ടികളാ, അതുകൊണ്ടാ.
ഓഹോ, നിങ്ങൾ എവിടെയെങ്കിലും രണ്ട് കള്ളന്മാരെ കണ്ടായിരുന്നോ? എടാ എന്തു പറ്റി? ആ, ഉറുമ്പ് കടിച്ചതാ. നിങ്ങൾ ഞങ്ങളോട് ചോദിച്ച ആള് ഇത് ദേ, അതിലേ അതിലേ പോയി. അല്ല ഇതിലേ പോയി. ഇതിലേ പോയോ അതിലേ പോയോ? ഒന്ന് ഇതിലേ ഒന്ന് അതിലേ. താങ്ക് യു. ഓടിക്കോ മജിനു, ഓടിക്കോ, വേഗം ഓടിക്കോ. നിങ്ങളെ ഞാൻ എവിടെ കണ്ടിട്ടുണ്ട്. ലൈലബായി ഇവൻ കണ്ടെത്തി. എടാ ലൈലയല്ല, ലാല ലാല. ഓ, നിങ്ങളാണല്ലേ ലാല മജ്നു, ജയിൽ ചാടിയവർ. അതെ, അതേപോലെ ഇവിടുന്ന് രക്ഷപ്പെടാൻ പോവാ. എന്ത് ചെയ്യാ നീ? ജയിൽ ചാടിയ രണ്ട് കള്ളന്മാർ എവിടെയുണ്ട്. അവർ രണ്ടുപേരും ലാല മജ്നു എന്നുള്ള വലിയ കുറ്റവാളികളാണ്. അതാ പോകുന്നു, പിടിക്കവരെ. പിടിക്ക്. ഇതാരാടാ ഇങ്ങനത്തെ വാതിലൊക്കെ വെക്കുന്നത്? താഴേക്ക് പോവാൻ മജിനു, വേഗം താഴേക്ക് പോവാം. ലാല മജ്നു, ഞങ്ങൾ നിങ്ങളെ തന്നെയാണ് അന്വേഷിച്ചു കൊണ്ടിരുന്നത്. പിടിക്ക്, വേഗം പിടിക്ക്. അവധി വന്നാൽ എല്ലാവരും നാട്ടിലേക്ക് പോവുകയാണ്. കിറ്റി എക്സ്പെരിമെന്റ് എന്ന പേരിൽ ധാന്യം പൊടിക്കുകയാണ്. അടികൈ. എന്റെ എക്സ്പെരിമെന്റിൽ എന്തോ ചെറിയൊരു പ്രശ്നമുണ്ടായി. നീ എന്താണ് ചെയ്തേ? കോമ്പറ്റീഷന് വേണ്ടി സയൻസ് പ്രോജക്ട് ചെയ്യായിരുന്നു. എന്ത് പ്രോജക്റ്റ് അത്? മാവ് കുഴച്ചാൽ അതുകൊണ്ട് റൊട്ടി ഉണ്ടാക്കാമല്ലോ. വെരി ഫണ്ണി. ഇങ്ങനെ ഒരു കാര്യം നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിയില്ലല്ലോ. എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. മര്യാദ പോവാൻ നോക്ക്. ശരിയാണ്, ഇതും ശരി തന്നെയാ. ഓ, ഈ ബെൽറ്റ് ഞാൻ തിരിച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് എല്ലാം പുറത്തായത്. നിങ്ങൾക്ക് എന്താ കുറച്ച് പതുക്കെ വന്നോടായിരുന്നോ? നിങ്ങൾ കാരണം എന്റെ അധ്വാനം മുഴുവൻ വേസ്റ്റ് ആയി. ഇതുപോലത്തെ കാറ് തീർച്ചയായിട്ടും ചന്തയിൽ വാങ്ങാൻ കഴിയല്ലോ. പഠിക്കാതെ പോയാൽ പരീക്ഷ എഴുതാൻ പാടാണ്. ഇത് വെറും കാറല്ല, തേനീച്ച കൂടാണ്. അടികൈ.
വിട്ടേക്ക്, മറന്നേക്ക്. ഇതിന് ആരും കൈയടിക്കണ്ട, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. ഞാൻ എന്തൊക്കെ പ്രതീക്ഷിച്ചിരുന്നതാ, എല്ലാം മൊത്തത്തിൽ നശിച്ചു. കിറ്റി നീ പേടിക്കണ്ട, ഇതെല്ലാം ഞാൻ ശരിയാക്കി തരാം. വിഷമിക്കാതിരിക്ക്, എല്ലാത്തിനും ഞങ്ങളുണ്ടല്ലോ കൂടെ. ഹരി നീ എന്താ കാണിക്കുന്നേ? പൈപ്പിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. ഇല്ല, കാരണം മാറ്റിയിട്. ഈ കാർ എങ്ങനെയാ ഇപ്പൊ ഓടുന്നത്? ഞങ്ങൾ നന്നാക്കിയല്ലോ, സംശയമുണ്ടോ? ഇല്ല, ഈ കാർ ബാറ്ററിയിലാ ഓടുന്നത്. ബാറ്ററി ആണെങ്കിൽ ഇപ്പൊ പുറത്താ കിടക്കുന്നത്. ഇഞ്ചിൻ മുഴുവൻ വെള്ളം കയറിയിരിക്കുക. എനിക്ക് തോന്നുന്നത് മാവരയ്ക്കുന്ന മെഷീൻ വഴി വെള്ളം അകത്തേക്ക് കേറിയിട്ടുണ്ടാവും. മഴ പെയ്തപ്പോൾ കുറുക്കന്റെ ചായം മാഞ്ഞു. ഈ കാർ വെള്ളത്തിലോടുന്ന കാറായി മാറിയോ അടികൈ? അപ്പോൾ നമ്മൾ വെള്ളത്തിലോടുന്ന കാർ നിർമ്മിച്ചിരിക്കുകയാണ്. വൗ, വെള്ളത്തിലോടുന്ന കാറോ? അങ്ങനെയാണെങ്കിൽ സയൻസ് എക്സിബിഷനിൽ എനിക്കാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടാൻ പോകുന്നത്. ചൂട് സമയത്ത് ഐസിനേക്കാൾ വേറെ നല്ലതായിട്ട് ഒന്നുമില്ല. സംശയം നമുക്ക് പിന്നെ സംസാരിക്കാം. ആദ്യം ഐസ് കഴിക്ക്, അല്ലെങ്കിൽ ഉരുകിപ്പോകും. ഹലോ, ഞാൻ ലൈബ്രറിയിൽ എത്തിയിട്ടുണ്ട്. അങ്ങ് പറഞ്ഞതുപോലെ അങ്ങയുടെ അച്ഛന്റെ ആ ഡോക്യുമെന്റ്സ് ഞാൻ മോഷ്ടിച്ചോണ്ട് വന്നേക്കാം. പക്ഷെ എനിക്ക് പേയ്മെന്റ് ഇന്ന് തന്നെ കിട്ടണം. അതൊരിക്കലും മറക്കണ്ട. അങ്ങയുടെ അച്ഛൻ എഴുതി വെച്ച ആ പ്രമാണത്തിൽ അങ്ങയുടെ അനിയന്റെ പേരുണ്ടെന്നുള്ള കാര്യം അങ്ങയുടെ അനിയൻ പോലും അറിയില്ല. ബൈ. വൈകിട്ട് ഞാൻ പ്രമാണവുമായിട്ട് വന്നിട്ട് കാണാം. ഇവൻ ആരുടെ പ്രമാണം മോഷ്ടിക്കാൻ വേണ്ടി വന്നിരിക്കുക. അത് ലൈബ്രറിയിലെ ഏതോ ഒരു ബുക്കിനകത്തുണ്ട്. ഇയാളെ എന്തായാലും മോഷ്ടിക്കാൻ അനുവദിക്കരുത്. വേഗം വാ. അയാൾ എങ്ങോട്ടാ പോയത്? ഏ? ആം.
പ്രമാണം കിട്ടിപ്പോയി. ആ സർദാർ പിടിച്ചോ. നീ ഒരാളേ ഉള്ളൂ, ഞങ്ങള് 4 പേരുണ്ട്, ഓർമ്മിച്ച് നോക്ക്.
എന്റെ സാറേ, ജയിലിൽ നിന്ന് പുറത്തു വന്ന എന്തായാലും നന്നായിട്ടുണ്ട്. പകൽ സമയത്ത് പുറത്തിറങ്ങിയാൽ നമ്മുടെ പണി തീരും പറഞ്ഞേക്കാം. അതെന്താ? കാരണം നമ്മൾ ജയിലിൽ നിന്ന് പുറത്തു വന്നതല്ല, ജയിൽ ചാടിയതാണ്. ഇതവൻ തന്നെയല്ലേ ചിറകടിച്ച് പറന്നു വന്ന് നമുക്ക് 8ന്റെ പണി തന്നവൻ. അവനെ ഞാൻ വെറുതെ വിടില്ല. ഇതുവഴി പൊയ്ക്കോളൂ. ഒന്ന് വേഗം വാ. നീ വേഗം എന്റെ കൂടെ വന്നേ. ഇവൻ ഉറക്കത്തിൽ നടന്നുകൊണ്ടിരിക്കുവാടേ. എന്തായാലും കാര്യങ്ങൾ നമുക്ക് എളുപ്പമായി. വരൂ, അവനെ നമുക്ക് പഞ്ഞിക്കിടാം. ഒന്ന് വേഗം വാ, അവനെ വെറുതെ വിടാൻ പാടില്ല. വേണ്ട, എന്റെ കയ്യിൽ നല്ലൊരു പ്ലാൻ ഉണ്ട്. നീ വേഗം എന്റെ കൂടെ വന്നേ. സൂക്ഷിച്ചു പോളോ. വണ്ടിയുടെ ബ്രേക്ക് ഫെയിൽ ആയി പോയി. എന്താ? ഏത് എക്സാമിലാ ഫെയിൽ ആയത്? എടാ കഴുതേ, അവൻ പറഞ്ഞതിന്റെ അർത്ഥം വണ്ടിയുടെ ബ്രേക്ക് വർക്ക് ചെയ്യുന്നില്ലെന്നാ. അതിന് വണ്ടിയുടെ ബ്രേക്കും നമ്മളും തമ്മിൽ എന്താണ് ബന്ധം? നമുക്ക് ഇവിടെ വണ്ടി നിർത്തേണ്ട ഒരാവശ്യവും ഇല്ലല്ലോ. എടാ, വണ്ടി ഒരിക്കലും നിർത്താൻ കഴിയുകയില്ല. പേടിക്കേണ്ട ഒരു ആവശ്യമില്ല ബായ്. ഞങ്ങൾ പറന്ന് പുറത്തു പോയേക്കാം. പക്ഷേ ഞങ്ങളെ കൊണ്ട് പറക്കാൻ കഴിയില്ലല്ലോ. പുറത്തേക്ക് ചാടാൻ കഴിയുമല്ലോ. ഞാൻ പറയുന്നത് കേക്ക്. തോത്താറാം വണ്ടി സ്ലോ ചെയ്യുമ്പോൾ നിങ്ങൾ എല്ലാരും കൂടി പുറത്ത് ചാടണം. എന്താ ബായ്, റെഡിയാണോ? വീടെത്താറായി. ചാടിക്കോ. എങ്ങനെയാ ഇപ്പൊ വണ്ടി നിർത്തിയത്? എന്റെ ബായ്, ബ്രേക്ക് ശരിയായി. ഈ വണ്ടിയുടെ ഒരു കാര്യം. ഹണി ബണി പോപ്പറ്റ് സർദാർ കണ്ണ സർ വീണ്ടും ഉറക്കത്തിൽ നടക്കാൻ തുടങ്ങിയിരിക്കുന്നു. എന്റെ ബായ്, ഇതിൽ പേടിക്കേണ്ട കാര്യം എന്താ ഉള്ളതാ? രാവിലെ എങ്ങ് ഉണർന്നേക്കും. അതെ, അദ്ദേഹം ഉറങ്ങിക്കൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തു പോയിരിക്കുക. അദ്ദേഹത്തിന് ഉറക്കത്തിൽ നടക്കുന്ന അസുഖമുണ്ട്. എവിടെ പോയെന്ന് എനിക്ക് അറിയില്ല. പേടിക്കണ്ട, ഞങ്ങള് പോയി അദ്ദേഹത്തെ കണ്ടുപിടിക്കാം. ഞാൻ പോയി വണ്ടി കൊണ്ടുവരാം. വേണ്ട, വീണ്ടും വണ്ടിയുടെ ബ്രേക്ക് ഫെയിലിയർ ആയാലോ? നമുക്ക് നടന്നു തന്നെ പോകാം. അതെ, നമുക്ക് എത്രയും പെട്ടെന്ന് പോയി കണ്ടുപിടിക്കാം. വരൂ. വരൂ. ഇവൻ എന്തായി കാണിക്കുന്നത്? ഇവൻ ഉറക്കത്തിൽ നടക്കുകയാണ്. ഇവൻ ഉറക്കത്തിൽ നാഗറെഡ്ഡിയുടെ വീട്ടിൽ നിന്നും സർവ്വസ്വർണവും എടുത്തുകൊണ്ട് വരികയും ചെയ്യും. അതിനെക്കുറിച്ച് ഇവൻ അറിയുകയുമില്ല. രണ്ട് പേര് രണ്ട് വഴികളിൽ കൂടി പോയി അവനെ പിടിച്ചോണ്ട് വരാൻ നോക്ക്. മോന, നീ റോബർട്ടിനോടൊപ്പം പോയാ മതി. ടോണിക്കൊപ്പം പോകണ്ട. അതെന്താണ് ബോസ്? കാരണം നീ ടോണിയോടൊപ്പം പോയി കഴിഞ്ഞാൽ പിന്നെ മോണ ടോണി ആയി പോവും. അയ്യോ, ചേട്ടായി, അങ്ങോട്ട് നോക്കിയേ. ചേട്ടായി, താൻ അങ്ങോട്ടൊന്ന് നോക്ക്. വേണ്ട, ഞാൻ അവനെ പിടിക്കും. ഇല്ല, ഞാൻ പിടിക്കും.
പിടിച്ചു. റോബോട്ട് പിടിച്ചിരിക്കുന്നു. സമാ. കന്നാ സാറിനെ എവിടെയും കാണാനില്ല. ഞാൻ പറയുന്നത് കേക്ക്. ഓ ഗോഡ്, ഖന്ന സാഹിബിനെ പ്രഭുവും ദേവയും പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഇവരെപ്പോഴാണ് ജയിലിൽ നിന്ന് പുറത്തു വന്നത്? എന്റെ ബായ്, നീ എല്ലാവരോടും പോയി പറയേ, ഇവരെ ഞാൻ നോക്കിക്കൊള്ളാം. അവൻ അവന്റെ ഫ്ലാറ്റിലാണ് സ്വർണം മുഴുവൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. പ്രഭു, കന്ന, താൻ ഈ കയറിലൂടെ നടന്ന് ആ വീട്ടിലേക്ക് പോകണം. എന്നിട്ട് നാഗറെഡ്ഡിയുടെ അലമാരിയിലുള്ള സ്വർണം മുഴുവനും നീ എടുത്തുകൊണ്ട് വരണം. ഖന്ന സാഹിബ് മുകളിലുണ്ട്. പ്രഭുവും ദേവയും അദ്ദേഹത്തെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. സംശയമുണ്ടോ? പ്രഭുവും ദേവയുമോ? വേഗം വാ. എന്റെ ബായ്, അദ്ദേഹത്തെ വിട്ടേക്ക്, അല്ലെങ്കിൽ ഞാൻ തല്ലേണ്ടി വരും. നീ ഞങ്ങളെ തല്ലുവന്നോ? അതെ ബായ്, ദേഷ്യം വന്നാൽ എനിക്ക് കണ്ണും മുഖം കാണില്ല. ഇവന് പീകോക്ക് പോയിസൺ കൊടുക്ക്. എന്റെ ബോസ്, അതുകൊണ്ട് എന്താ പ്രയോജനം? ഇവൻ മോറിൽ നിന്നും നോ മോറായി മാറും. എന്റെ ബായ്, രണ്ട് നല്ല തമാശ പറയേ, അല്ലെങ്കിൽ ഞാൻ ഇടിച്ച് പദം വരുത്തും. എന്റെ കാര്യം പോക്കാ. ബോസ്, ഇവര് കാരണമാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ജയിലിലായത്. ഓടിക്കോ. ഇല്ല, ആക്രമിക്കൂ. വേഗം ചെല്ല്, ചെന്നാ സ്വർണം എടുത്തോണ്ട് വാ. ഖന്ന സാറിനെ രക്ഷിക്കേ. പ്രഭുവും ദേവിയും സ്വർണം അടിച്ചു മാറ്റാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഞാൻ അവരെ വിടാൻ പോകുന്നില്ല. ഓടിക്കോ. ബോസ്, വേഗം വരൂ. ബണ്ണി, നീ കന്നാ സാറിനെ രക്ഷിക്കാൻ നോക്ക്. ഇവരെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. എന്റെ കാര്യം പോക്കാ. അതെ ബായ്, നമ്മുടെ സെക്യൂരിറ്റി ഭയങ്കര ടൈറ്റാ. ഇന്ന് തന്നെ നിങ്ങൾക്ക് സെക്യൂരിറ്റി ഗാർഡ്സ് വേണമല്ലേ? എനിക്കറിയാം, തന്നേക്കാം 4 ഗാർഡ്സ്. ഇന്നലെയല്ലേ 4 ഗാർഡ്സിന്റെ അടുത്ത് ജോലി പോയതാ. ഇപ്പൊ എക്സ്ട്രാ ആയിട്ട് ഗാർഡ്സ് ഒന്നും ഇല്ലല്ലോ. ശരി, എന്നാ ഇവനോട് ചോദിക്കാം. എന്റെ ബോയ്, തന്റെ ബോഡി അടിപൊളിയാ. ഇനി ഇതിനൊന്ന് ഉപയോഗപ്പെടുത്ത, തനിക്ക് ഞാൻ സെക്യൂരിറ്റി ഗാർഡ്സിന്റെ പണി തരാം. സാറേ, സാറിന്റെ ഈ മസിലൊന്ന് നോക്ക്. ഇത് സെക്യൂരിറ്റി ഗാർഡ് ആകാൻ വേണ്ടിയല്ല, ഇത് ഹീറോ ആകാൻ വേണ്ടിയുള്ള മസിലാ. അത് 2 ദിവസം കഴിഞ്ഞ് മതി തന്നെ. ഇപ്പൊ സെക്യൂരിറ്റി ഗാർഡിന്റെ ജോലി ചെയ്യേ, ആക്ടിങ്ങിന്റെ പ്രാക്ടീസും ആവുമല്ലോ. സോറി സാറേ, സാറിന്റെ ഗുരുവാണ്, പക്ഷെ ഇത് എന്നെ കൊണ്ട് പറ്റില്ല. എടേ, ഇതൊരു ഗുരുദക്ഷിണയായിട്ടങ്ങ് വിചാരിച്ചാ പോരെ? നടക്കില്ല, അതെന്തായാലും നടക്കില്ല. അവിടെ ആരാണ്?
രണ്ട് നിഴലുണ്ടായി? ആ? പ്രേതം പ്രേതം ഇപ്പൊ രണ്ട് നിഴലിനെയും കാണാനില്ലല്ലോ. ആ, ഫു. ഏ? ആ? ആ, ആ, പ്രേതം പ്രേതം എല്ലാവരും ഓടി വാ. എന്റെ പുറകെ ഒരു നിഴല് പിന്തുടരുന്നുണ്ട്. കഴുതേ ആ നിന്റെ നെല്ല് തന്നെയാണ് മണ്ട. ഞാൻ അത്രയ്ക്ക് കഴുതുന്നല്ല. ഒരാളിന് രണ്ട് നിഴൽ എന്തായാലും ഉണ്ടാവില്ല. നിനക്കൊരു നിഴലേ ഉണ്ടാകൂ. സംശയമുണ്ടോ? ദേ കണ്ടോ, ഇപ്പൊ രണ്ട് നിഴലും ഉണ്ടല്ലോ. എന്റെ പൊന്നങ്കിളെ, അങ്ങയുടെ ആരെങ്കിലും സ്റ്റാച്ചു എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പോയതാണോ? എന്തിനാ രാത്രി മുഴുവൻ സ്റ്റാച്ചുവിനെ പോലെ അങ്ങനെ നിൽക്കുന്നത്? എന്റെ പേരക്കുട്ടിയാ സ്റ്റാച്ചു എന്ന് പറഞ്ഞിട്ട് പോയത്. ഒരു കുഴപ്പമില്ല, അങ്ങ് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ആരാണിത്? മുത്തശ്ശനാണ്. ആരുടെ? പേരക്കുട്ടിയുടെ. എടാ, ഈ സ്റ്റാച്ചു മുകളിലാണല്ലോ ഉണ്ടായിരുന്നത്. ഇതെങ്ങനെ ഇവിടെ വന്നു? കള്ളനാണ്. സംശയമുണ്ടോ? ബണ്ണി, അവനാണ് കള്ളൻ. അവൻ ഓടുന്നു. അവനെ വിടരുത്. അവനെ വിട്ടുകളയരുത്. അവൻ തീർച്ചയായിട്ടും കള്ളൻ തന്നെയാ. അവൻ നമ്മളെ പറ്റിച്ചിട്ട് രക്ഷപ്പെടാൻ നോക്കുകയാണ്.